ജനനി ആയുർവേദ ക്ലിനിക് മാലൂർ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിവേദ്യ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനം മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി നിർവഹിച്ചു. ആയുർവേദത്തിലൂടെ എന്നുള്ള ആശയവുമായി ജനനി ആയുർവേദ ക്ലിനിക് മാലൂർ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി ഉദ്ഘാടനം നിർവഹിച്ചു. മാലൂർ സിറ്റിയിൽ നേരത്തെ ഗവൺമെൻറ് ഡോക്ടറായിരുന്നു ഇതുപോലെ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആയുർവേദ മരുന്നുകളും അതോടൊപ്പം നല്ല പരിചരണവും കൊടുക്കാൻ വേണ്ടി ആ ഒരു കാലഘട്ടത്തിൽ സാധിച്ചിരുന്നു. ഇപ്പോൾ നിവേദ്യ അതിനു വേണ്ടിയുള്ളൊരു തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 40ഓളം ഡോക്ടർമാർ ഈ 3 മേഖലയിലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും അതുപോലെ ആയുർവേദം ആയാലും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഡോക്ടർമാർ വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗമായും പ്രൈവറ്റായും നൽകാനും വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത മരുന്ന് എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ ഒരു ഉദ്യമം നമ്മുടെ മാലൂർ സിറ്റിയിൽ വന്നത് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിവേദ്യക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ വേണ്ടി ഈ മേഖലയിൽ സാധിക്കട്ടെ. എല്ലാവരെയും സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഡോക്ടർമാരുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഡോക്ടർ നിവേദ്യ രാമചന്ദ്രൻ, അതുപോലെ തന്നെ മാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെമ്പാടൻ ജനാർദ്ദനൻ, ഡോക്ടർ അനൂപ്, വൈദ്യൻകൂട്ട ഗോവിന്ദൻ മാസ്റ്റർ, രാമചന്ദ്രൻ എന്നിവർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരുപാട് പാരമ്പര്യമുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ഥലമാണ് ഒരു മാലൂർ തോലമ്പ്ര പ്രദേശങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ഡോക്ടർമാർക്കാണ് അതുള്ളത്. തീർച്ചയായിട്ടും നിവേദ്യക്ക് ഒരു പാരമ്പര്യമുണ്ട്. തീർച്ചയായിട്ടും നിവേദ്യ ഡോക്ടർക്ക് ഹൈവിഷൻ ന്യൂസ്